ഹായ് ഹലോ ഇപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അമൃതം പൊടിയും കൊണ്ട് നമുക്ക് ഇലയട ഉണ്ടാക്കിയെടുത്താലോ? സത്യം പറഞ്ഞാൽ ഈ ഇലയട എന്നാണോ അതോ ഇലയട എന്നാണോ? ഞാൻ പറയുമ്പോൾ എപ്പോഴും ഇലയട എന്നാണ് കേട്ടോ പറയാറ്. അതെന്താണെന്നറിയില്ല, അങ്ങനെ പറഞ്ഞ് ശീലമായി. അപ്പോൾ അമൃതം പൊടി ഒരു 2 കപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞി കപ്പിന് അരിപ്പൊടി എടുത്തോട്ടോ. വെറുതെ ഒരു കൂട്ടിനിരുന്നോട്ടെ. പിന്നെ നമ്മൾ സാധാരണ നല്ല ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് വാട്ടിയെടുക്കുക. എന്നിട്ട് വാഴൻ്റെ ഇലയിലോട്ട് പതിവ് പോലെ അങ്ങോട്ട് പരത്തി കൊടുക്കുക. നീട്ടി പരത്തി എന്ന് പറഞ്ഞാൽ നല്ല നൈസായിട്ട് തിന്നായിട്ടുള്ള ഇലയട ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അങ്ങനെ തേങ്ങയും ബെല്ലവും കൂടിയുള്ള മിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇല അങ്ങോട്ട് മടക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇലയട എന്നാണോ പറയുക അതോ ഇലയട എന്നാണോ പറയുക? എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇലയട എന്നാണ് കേട്ടോ പറയാൻ കിട്ടുക. അങ്ങനെ ഒരെണ്ണം അവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഇലയുടെയൊക്കെ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനത് രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ എനിക്ക് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇലയുടെ ഓപ്പൺ ചെയ്തു. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇലയിൽ ഒട്ടാണ്ട് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊന്നും ഞാൻ തേച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയാലോ? അമൃതം പൊടിൻ്റെ മധുരവും എല്ലാം കൂടിയായിട്ട് നല്ല അടിപൊളിയായിരിക്കും. തേങ്ങയും വെല്ലവും ഒന്നും പറയണ്ട, നല്ല ടേസ്റ്റ് ആയിരുന്നു. തേനൂറിന് മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നിങ്ങനെ പഞ്ചസാര ലൈനൊക്കെ ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമുള്ള ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ, ബിറ്റാ.